രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ വൈകുന്നേര സമയങ്ങളിലൊക്കെ അത് അങ്ങനെ തന്നെ കഴിക്കാൻ എല്ലാവർക്കും മടിയാവും. അങ്ങനെയുള്ള സമയങ്ങളിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ അത്. പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് അതിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിച്ചെടുത്തതിന് ശേഷം ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞെടുത്തത് ഒരു പകുതി ഭാഗത്തോളം കുക്കായി വന്നതിന് ശേഷം അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള ക്യാരറ്റും പച്ചമുളകും കൂടെ ചേർത്ത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതിനെ വേവിച്ചെടുക്കാം. അപ്പോൾ ഉപ്പ് ഓൾറെഡി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ ഇതിവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പുട്ടാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ ബാലൻസ് വന്നിട്ടുള്ള പുട്ടാണിത്. ഇനി തലേന്നത്തെ പുട്ടൊക്കെ ബാക്കിയുണ്ടെങ്കിൽ ഫ്രിഡ്ജ് വെച്ചതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. സെയിം രീതിയിൽ തന്നെ റെഡിയാക്കി എടുക്കാം. ഇനി പുട്ട് നല്ല രീതിയിൽ തന്നെ കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് തിരുമ്മി എടുത്തിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി എല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ടെടുക്കാം. ഇനി ഒന്നുകൂടെ സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂണോളം വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ എല്ലാം കൂടെ നല്ല രീതിയിൽ ഒന്നുകൂടെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ പുട്ട് വെച്ചിട്ടുള്ള ഉപ്പുമാവ് റെഡി. പക്ഷേ പലപ്പോഴും ഇത് കഴിക്കുന്ന സമയത്ത് പുട്ടിനേക്കാളും കൂടുതൽ ടേസ്റ്റ് എനിക്കിതിന് തോന്നാറുണ്ട് കേട്ടോ. പക്ഷേ പുട്ടിന് പകരം ഈ ഒരു ഐറ്റം ഉണ്ടാക്കിയെടുത്താൽ മതി എന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല. കാരണം നമ്മൾ പുട്ടുപൊടി ആദ്യം തന്നെ ഒന്ന് വേവിച്ചെടുക്കണമല്ലോ. അപ്പോൾ എന്നെപ്പോലെ ഈ ഒരു ഐഡിയ ഒക്കെ ട്രൈ ചെയ്ത് നോക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം.